ഫ്രണ്ട്സ്, ദിസ് ഇസ് നന്ദന ആൻഡ് യു വാച്ചിങ് മെയ്ഡ് ബൈ നന്ദന. ഇതുപോലെ 3 CD എടുക്കാനുണ്ടാവോ? ഇനി വളരെ ഈസിയായിട്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. 3 CD മാത്രമല്ല, ഒരു A4 പേപ്പറോ ന്യൂസ് പേപ്പറോ ഒക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു A4 ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ന്യൂസ് പേപ്പർ ഇട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഞാൻ A4 എടുത്തിട്ടുണ്ട്. ഈ A4നെ നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് റോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഗ്ലൂ സ്റ്റിക്കാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെന്നോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് റോൾ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് ഇവിടെ വയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക. ഇനി സാധാരണ പോലെ തന്നെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്ത് പകുതി എത്തുമ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ബാലൻസ് തീരുമല്ലോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇതുപോലെ റോൾ ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് അങ്ങ് അവസാനം വരെ ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിന് മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് ഞാൻ ഒരു മോഡൽ മെഷർമെൻറ്റാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു അളവിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതെല്ലാം. ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ട് ഞാനിപ്പോൾ ടോട്ടൽ ഇവിടെ 12 ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ വെള്ള കൂടെ ചേർത്ത് 13 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇനി ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വലുതാണോ ചെറുതാണോ നോക്കിയിട്ട് ആ അളവിനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മോഡൽ കാണിക്കാൻ എടുത്തതാണ്. ഞാൻ ബാക്കിയുള്ളതൊക്കെ ന്യൂസ് പേപ്പറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ CD ആണ്. അതിന് മുന്നേ ഇത് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ബ്ലാക്ക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഭയങ്കര തിക്കായിട്ടായിരുന്നു ഇരുന്നത്. നമുക്കത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്സും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ സ്റ്റിക്സിൻ്റെയും ഒരു സൈഡ് മാത്രമേ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. എല്ലാ സൈഡും പെയിൻറ്റ് ചെയ്യണമെന്നില്ല. കാരണം എല്ലാ സൈഡും പെയിൻറ്റ് ചെയ്യാൻ പെയിൻറ്റ് തികയില്ലല്ലോ. അപ്പോൾ പറ്റുന്ന പോലെ ഒരു സൈഡ് പെയിൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നതായിരിക്കും ഈസി എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ CD ആണ്. അപ്പോൾ നമ്മുടെ CD ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ CDയുടെ ഒരു CD എന്ന് പറയുന്നത് ഈ CD എന്ന് പറയുന്നത് സെൻറ്ററിൽ വെക്കാനായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഈ രണ്ട് CD ആണ് നമ്മൾ ചുറ്റും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിനാണ് ഞാൻ ഇവിടെ CD എടുത്തിട്ടുണ്ട്. CD എടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ വരച്ചിരിക്കുന്ന പോലെ ഒരു ലീഫിൻ്റെയൊക്കെ ഷേപ്പിലാണ് ഞാൻ വെട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വെട്ടിയാലോ? അപ്പോൾ സാധാരണ സിസേഴ്സ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെട്ടാവുന്നതാണ്. അപ്പോൾ ഇച്ചിരി ടൈം എടുക്കുന്ന പണിയാണ്. അപ്പോൾ ബി കെയർഫുൾ, സൂക്ഷിച്ച് വേണം വെട്ടാനായിട്ട്. ചിലപ്പോൾ ഷേപ്പ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മിക്ക വീഡിയോസിലും കുറേ പേര് പറയുന്നുണ്ട് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വെട്ടുന്ന കണ്ടിട്ടുണ്ട്. ബട്ട് അത് ഞാൻ ട്രൈ ചെയ്യുന്നില്ല. ഞാൻ സാധാരണ വെട്ടുന്നത് എപ്പോഴും ഇങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വെട്ടുകയാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ വെട്ടിയിട്ട് വരാം. അപ്പോൾ ഞാനിത് 12 നമ്മൾ സ്ട്രോസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 ഗോൾഡൻ CD ഉണ്ടല്ലോ, നമ്മുടെ പഴയ ആ ഗോൾഡ് കളറിലുള്ള CD മുറിച്ചതും പിന്നെ 6 സാധാ CD മുറിച്ചതുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈക്വൽ അളവിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഗോൾഡൻ CD എന്ന് പറഞ്ഞാൽ ഞാനത് ഒരുപാട് പഴയതായിരുന്നു. ഞാൻ ഔട്ട്ഡോറിൽ ഒരു വാൾ ഡെക്കർ പോലെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. അതുകൊണ്ട് പഴയതായതുകൊണ്ടാണ് ആ കളറിലിരിക്കുന്നത്. അതില്ലെങ്കിലും കുഴപ്പമില്ലടാ. സാധാരണ പോലെ ഈ ഒരു നോർമൽ CD ഇല്ലേ, ഇതുപോലത്തെ നോർമൽ CD വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് വാൾ ഡെക്കർ ഉണ്ടാക്കി തുടങ്ങിയാലോ? അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു CD തിരിച്ചു വയ്ക്കുകയാണ്. ഇതൊരു പഴയ CD ആണ്. ഇത് കമ്പ്യൂട്ടറിൻ്റെ CD ആയിരുന്നു. അപ്പോൾ വേണ്ടാത്ത CD-കളൊക്കെ നിങ്ങൾ ഇതുപോലെ എടുത്ത് വെച്ചോ. നമുക്ക് ഓരോരോ ക്രാഫ്റ്റുകളായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇനി നമുക്ക് സ്ട്രോ എടുക്കണം. ഈ സ്ട്രോ എടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കണം. അതായത് ഇതുപോലെ ഇരിക്കണം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ വലുത് ചെറുതെന്ന രീതിയിലൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു സൂര്യനൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
ഞാൻ മുഴുവനായിട്ടും ഇത് ചുറ്റും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിറർ ഒട്ടിക്കാം. മിറർ ഒട്ടിക്കാനായിട്ട് ദേ ഇതുപോലെ ആദ്യം ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള നമ്മുടെ CD വെട്ടിയതാണ് എടുത്തിട്ടുള്ളത്. ഇത് ഗോൾഡൻ കളറല്ല, ഇത് നോർമലാണ്. ഇത് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഈ ഗോൾഡൻ കളറിലിരിക്കുന്നില്ലേ ഈ CD വെട്ടിയത് കൂടെ അങ്ങനെ നമുക്ക് ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ചുറ്റുഭാഗത്തും നമ്മളിത് ഇതുപോലെ CD ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇവിടെ സെൻറ്റർ പോർഷനിലാണ്. സെൻറ്റർ പോർഷനിൽ എന്തെങ്കിലും മുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ മുത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാനിവിടെ സെൻറ്ററിൽ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വാൾ ഡെക്കർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കെട്ടിത്തൂക്കാൻ നൂല് യൂസ് ചെയ്യാം. ഇല്ല, നിങ്ങൾ ഇതേപോലെ ബാക്കിലും ഒരു CD ഒട്ടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയായാലും ഹാങ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം.